2 ആയി അല്ലെ, സബ്ട്രാക്ഷൻ ആയി. അപ്പൊ m is equal to 8 എന്ന് കിട്ടും. ഓക്കെ, അപ്പം ഇതിൽ ഏതായിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക? ഓപ്ഷൻ എ ആണ് അല്ലെ, 8 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ നമ്മുടെ സിമ്പിൾ ഇക്വേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ MCQ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ സോൾവ് ചെയ്തത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് മിസ് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പൊ ചേട്ടാ കട്ട് ചെയ്തേക്ക് കേട്ടോ. എന്നാ മോളെ, ഇന്നത്തെ ക്ലാസ് ഒക്കെ കഴിഞ്ഞാ? ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. വെറുതെ ഇങ്ങനെ ക്ലാസ് ഒക്കെ ആയിട്ട് മാത്രം നടന്നാൽ മതിയോ? ഇന്ത്യയിലെ എന്റർടൈൻമെന്റ് വേണ്ടേ? നാളെ ഇപ്പൊ ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ, അപ്പൊ ഇവിടെ ഫ്ലാഗ് ഹോസ്റ്റും ലഡു ഒക്കെ ഉണ്ടെന്നാ തോന്നുന്നത്. പിന്നെ വേറൊരു കാര്യം ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? സ്കൂളിലൊക്കെ പഠിക്കുമ്പോ ക്വിസ് ആണോ? അതന്നെ. അപ്പോഴേ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്കൊരു ക്വിസ് നടത്തിയാലോ? നമുക്കൊരു മെന്റി വെച്ചാലോ? ഹലോ മക്കളെ, അപ്പൊ നാളെ ഇൻഡിപെൻഡൻസ് ഡേ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മെന്റി ആയിട്ട് ഞങ്ങൾ എല്ലാവരും വരുന്നുണ്ട്. അപ്പൊ നാളെ കൃത്യം 6 മണിക്ക് 9th ചാനലിലായിരിക്കും മിസ്സുമാർ എല്ലാവരും വരുന്നുണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് വലിയൊരു ഡൗട്ട് ഉണ്ടാവും അല്ലെ, ഈ ഇൻഡിപെൻഡൻസ് ഡേ മെന്റി എന്നൊക്കെ പറയുമ്പോൾ ഇതിൽ എന്തായിരിക്കും പഠിക്കേണ്ടത്, എന്ത് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കാന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും അല്ലെ. അപ്പൊ ഒന്നും കൊണ്ടും പേടിക്കേണ്ട, ഇൻഡിപെൻഡൻസ് ഡേയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മുടെ ബ്രില്യന്റിന്റെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പൊ മക്കൾ എല്ലാവരും ആ വീഡിയോ ഒക്കെ കണ്ട് ഒന്ന് പഠിച്ചിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ മെന്റി ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഒപ്പം നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഗിഫ്റ്റും കിട്ടുന്നതായിരിക്കും. അപ്പൊ നാളെ കൃത്യം 6 മണിക്ക് നമ്മുടെ 9ാം ക്ലാസ്സിന്റെ ചാനൽ വരെ നമുക്ക് അടിച്ചു പൊളിക്കാം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.